ഒട്ടും അമാന്തം വേണ്ട, അതിനങ്ങിട്ട് അമർത്തുക. കളിച്ചോണ്ടിരിക്കുന്ന സമയം നോക്കണേ. തേപ്പറിയാന്ന് പറഞ്ഞിട്ട് പോലും ആർക്കും തേക്കാൻ തരാൻ മടിയായിരുന്നു. അങ്ങനെ നല്ല രീതിക്ക് തേക്കാൻ അറിയാമെന്ന് വാശി പിടിച്ച് മേടിച്ചിട്ട് തേച്ചാണ്. ഞാൻ രാവിലെ തേച്ച രണ്ടവന്മാരാണ് ഈ നിൽക്കുന്നവന്മാർ. നമ്മുടെ കൂട്ടത്തിലെ വന്നതും നിന്നതും എല്ലാം കണക്കായി. ഈ രാവിലെ വന്ന് കയറിയതാണ് ഈ രണ്ടുപേര്. പോകുന്ന പോക്കിൽ വീണ്ടും വഴി തെറ്റി, ഗൂഗിൾ മാപ്പ് വഴി തെറ്റിച്ചെന്നൊക്കെയാണ് പറയുന്നത്. ചെന്നിറങ്ങിയപ്പോൾ കണ്ട കാഴ്ചയാണ് ഇതാണ്. നല്ല രസമുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് കല്യാണം തുടങ്ങി. കല്യാണ ചെക്കനും വന്നിരുന്നു. നമ്മുടെ ചെക്കൻ്റെ നോട്ടം കണ്ടിട്ട് എനിക്ക് അങ്ങനെയൊക്കെയാണ് തോന്നിയത്. അവസാനം താലി കിട്ടുമ്പോൾ ഇടാനായിട്ട് കുറച്ച് പൂവൊക്കെ കിട്ടി. നമ്മൾ വെയിറ്റിംഗ് ആയിരുന്നേ. കല്യാണം കഴിച്ചാൽ നീ പെട്ടു എന്നുള്ള രീതിയിൽ എന്തൊക്കെയാണ് ആ അച്ചാച്ചൻ പറഞ്ഞു കൊടുക്കുന്നതെന്ന് എനിക്ക് തോന്നിയത്. ഇങ്ങനെയൊന്നും അല്ലടാ, ഇത് നമുക്കിന്ന് പോണ്ടേ. അങ്ങനെ നമ്മുടെ മീനുവിൻ്റെ കല്യാണം കഴിഞ്ഞു. ഇനി പൂമാല അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി കഴിഞ്ഞാൽ നമ്മുടെ കല്യാണം ശുഭമായി. അങ്ങനെ മീനു കൈമാറി, ചെക്കൻ കൈമാറി, കല്യാണം കഴിഞ്ഞു. ദേ നമ്മുടെ ചെക്കനെ കളഞ്ഞിട്ട് പെണ്ണ് വരുന്നു. ചെക്കൻ എവിടെ പോയി? എന്റെ മനസ്സിൽ ചില പ്ലാനൊക്കെ ഉണ്ട്. അതിനിടയ്ക്ക് അച്ഛൻ വന്ന് വിളിച്ചു. ഈ കാര്യമായിട്ടുള്ള ചർച്ച ഫുഡാണ്. പിന്നെ നമ്മൾ മീനുവിൻ്റെ ഫാമിലിയും ഫ്രണ്ട്സ് എല്ലാം കൂടെ കൂടി ഒരു വീഡിയോ ഒക്കെ എടുത്തോണ്ടിരുന്നു. വീഡിയോ അല്ല, സെൽഫി എടുക്കാന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുക്കായിരുന്നേ. അതിനിടയ്ക്ക് രണ്ടുപേരെ നോക്കിയപ്പോൾ അവരെ കാണാനില്ല. പിന്നൊരു നീണ്ട കാത്തിരിപ്പായിരുന്നു കേട്ടോ, ഫുഡിന് വേണ്ടി കേട്ടോളെ. ഇതെന്താ യൂണിഫോമാ? രമേശിന്റെ ഇടയിൽ നിന്നാ മരിച്ചേ. പറഞ്ഞില്ല തെണ്ടി. ഞങ്ങളോട് അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്ത ഫുഡ് വന്നു. ഇത്രയും നല്ല ചാപ്പാട് അടുത്തിടെ കഴിച്ചിട്ടില്ല. ഈ 5 സ്റ്റാർ ഹോട്ടലിലെ ഭക്ഷണത്തിനിടയിൽ ഒരു ഹോംലി മീൽസ്. പിന്നെ അവർ വീണ്ടും നിങ്ങളോ? ഫുഡ് കഴിച്ച ക്ഷീണം മാറ്റാൻ ഒന്ന് നാരങ്ങ വെള്ളം കുടിക്കാൻ പോയാണേ. അതിനിടയിൽ പെണ്ണും ചെക്കനും മുങ്ങി. അവരെ വഴിക്ക് വെച്ച് പിടിച്ച് പെണ്ണിനെ ഒന്ന് കരയിപ്പിച്ചിട്ടാണ് നമ്മൾ വിട്ടത്. അപ്പം നമ്മുടെ മീനുവിനും കണ്ണൻ ചേട്ടനും ഹാപ്പി മാരീഡ് ലൈഫ്.